ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഈ റിപ്പോർട്ടുകൾ ബാധിക്കുമോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ മലയാള സിനിമയെ അത് നശിപ്പിക്കുക അല്ലെങ്കിൽ നന്നായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ന്യൂ കമ്മേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വിശ്വസിച്ച് ആർക്കും വരാൻ പറ്റാത്ത ഒരു ഫീൽഡായതുപോലെ. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല ടാലൻറ്റഡ് ഉള്ളവർ, നല്ല കല ഇതുള്ളവരൊക്കെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളവർക്കും ബാധിക്കുന്നു. ഇപ്പം മലയാള സിനിമ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ പല പല ഭാഷകളിലൊരു സ്ഥാനം പിടിച്ചു വെച്ചേക്കാണ്. അപ്പൊ ആ ഒരു നിലയിൽ നോക്കുമ്പോഴും അത് വീണ്ടും അടിയിലോട്ട് വരും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അടിയിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിലോട്ട് അത്ര പ്രോബ്ലംസ് വരത്തുള്ളൂ. അങ്ങനെ താഴോട്ട് പെട്ടെന്നൊന്നും പോകാൻ സാധ്യതയില്ല. എന്നാലും ഇപ്പൊ മലയാള സിനിമ ഒരു ലെവലിൽ എത്തി വരുമല്ലോ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് ഉയരത്തിലോട്ട് വരുന്നത് മലയാള സിനിമ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നെഗറ്റീവായിട്ട് വരുന്നു ബാധിക്കുക. എന്നാലും യങ്സ്റ്റേഴ്സ് ഒക്കെ വരുന്നത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം പുതുപുതുമായ ആൾക്കാർ വരുന്നോണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നോട് അഭിപ്രായം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നല്ലോ, അതിനെ പറ്റി കേട്ടിട്ടില്ലേ? ഈ സിനിമയില് ഉള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കേട്ടായിരുന്നില്ലേ? അപ്പൊ ആ റിപ്പോർട്ട് വന്നപ്പോൾ കുറെ പേരുകളും കുറെ ഇഷ്യൂസ് ഒക്കെ വന്നതാണ്. അപ്പൊ അത് മലയാള സിനിമയെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്? മലയാള സിനിമ വീണ്ടും താഴേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത എല്ലാ പ്രശ്നം ശരിയാവുന്നതാണ്. എന്നാലും ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പേരെല്ലാം വരുമ്പോൾ മലയാളത്തിൽ സിനിമയെ ബാധിക്കുന്നു. കാരണം ഇത് ഇങ്ങനത്തെ റിപ്പോർട്ട് ഫസ്റ്റ് ആയിട്ട് മലയാളത്തിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാധിക്കും. എന്നാലും ബാധിക്കുമായിരിക്കും. എന്നാലും ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയെല്ലാം കേട്ടല്ലോ. അപ്പൊ ആ ഒരു റിപ്പോർട്ടുകളിൽ വന്ന സ്ഥിതിക്ക് മലയാള സിനിമയ്ക്ക് നശിച്ചു പോകും അല്ലെങ്കിൽ തിരിച്ചടിയാവുന്ന തോന്നുന്നുണ്ട്? ഇമ്പോസിബിൾ. കാരണം ഓൾറെഡി there are set of people ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രി എനിക്ക് ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യയിലുണ്ട്. അത് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് എല്ലാവർക്കും അറിയാം there is a bad side and good side. ഗുഡ് സൈഡിലെ ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. ആ ലിമിറ്റ് സെറ്റായി. അതുകൊണ്ട് ബാധിക്കത്തില്ല, ഒരിക്കലും ബാധിക്കത്തില്ല. We have the most talented people in the industries. സോ ഇങ്ങനൊരു ഏറ്റവും പ്രമുഖരുടെ പേരൊക്കെ വരുന്നത്. സോ അതൊരിക്കലും ഈ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ന്യൂ ടാലന്റ് are also there na. Yeah. New talent are there. Old talent അങ്ങനെ പോയാലും new talent are there to keep up with that. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അപ്പൊ ആ റിപ്പോർട്ട് കാരണം കൊണ്ട് മലയാള സിനിമയെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിക്ക് ബാധിക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. വളരെ നന്നായി ബാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് പേരുടെ എതിരെ കേസും കാര്യങ്ങളും വന്നല്ലേ, അത് ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് വരും. കാരണം പുറത്തുള്ള പബ്ലിക്കായിട്ടില്ലേ അതൊരു ഇമ്പാക്ട് വളരെ ഡ്രോബാക്ക് ആയിട്ട് സമൂഹത്തിൽ നല്ല ഇമേജുള്ള പല നടന്മാരും വളരെ നന്നായിട്ട് അവർ ഇമേജ് പോകുന്നതുകൊണ്ട് വളരെ നന്നായി ബാധിക്കാനും ഇനി വരുന്ന പുതിയ ആൾക്കാർക്ക് ഒരു ചാൻസ് കിട്ടാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. എന്നാലും ഇപ്പൊ മലയാള സിനിമ അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇത് വന്നോണ്ട് നല്ലതായിരിക്കും തോന്നുന്നുണ്ടോ? അല്ല, സത്യാവസ്ഥ അറിയാണ്ട് ഇമ്പാക്ട് ആണ് ഉണ്ടാവുക. മോശം വരുള്ളൂ. കാരണം എല്ലാവരും ചിന്തിക്കുമ്പോ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോ സ്ത്രീകൾക്ക് സേഫ് അല്ലെന്ന് എല്ലാവരും ചിന്തിക്കുക. ഭയങ്കര ഡ്രോബാക്ക് അല്ലേ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ ഒരുപാട് പേര് പ്രമുഖ നടന്മാർ ഒരുപാട് പേര് കാണിക്കുന്നു ഓർത്തില്ലല്ലോ. ഇപ്പൊ മലയാള സിനിമ ഒരു വെച്ചടി കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ റിപ്പോർട്ട് വന്നോണ്ട് അത് നന്നായിട്ട് ബാധിക്കും, വീണ്ടും താഴേക്ക് പോകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കാരണം എല്ലാ പ്രമുഖ നടന്മാരുടെ പേരിലാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പോ തോന്നുന്നുണ്ട്.